ആദ്യമായിട്ട് നമുക്ക് നോറിഷ് ടൈപ്പ് 1 റിയാക്ഷൻ നോക്കാം. നോക്കൂ, നോറിഷ് ടൈപ്പ് 1 ആണെങ്കിലും നോറിഷ് ടൈപ്പ് 2 ആണെങ്കിലും നമ്മുടെ റിയാക്ടന്റ് എന്ന് പറയുന്നത് കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ്. റിയാക്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ ബേസിക്കലി നടക്കുന്നത് ഒരു ആൽഫ ക്ലീവേജ് ആണ്. എന്താണ്? ആൽഫ ക്ലീവേജ് ആണ്. ബേസിക്കലി നമുക്ക് നോക്കാവുന്ന ഇവിടെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കാം. ഇവിടെ CO ആണെന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? HNU കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ആൽഫ? ഇതും ആൽഫയാണ്, ഇതും ആൽഫയാണ്. സോ ബേസിക്കലി നമ്മൾ ഈ ബോണ്ട് എന്ത് ചെയ്യും? ക്ലീവേജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇവിടെ CH2 റാഡിക്കൽ കിട്ടും. ഇവിടെ ഡബിൾ ബോണ്ട് O. ഇവിടെ എന്തായിരിക്കും? റാഡിക്കൽ. ഇവിടെയും എന്തായിരിക്കും? റാഡിക്കൽ ആണെന്ന് കിട്ടും. അടുത്തത് എന്ത് നടക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു H ഉണ്ടാവും അല്ലേ? ഈ H എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോയിട്ട് ഫോം ചെയ്യും. ഈ H പോയിട്ട് ഇവിടെ ക്ലബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കീനും ഒരു കീറ്റോണും എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും, CH2. സോ ബേസിക്കലി ഇവരെന്തായിരിക്കും? സ്ട്രേറ്റ് ചെയിൻ ആയിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ബേസിക്കലി നോറിഷ് ടൈപ്പ് 1 റിയാക്ഷൻസ് വേപ്പർ ഫേസിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ, വേപ്പർ ഫേസ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി തന്നിട്ടുണ്ട്. ഈ HNUവിന് പകരം ഇവിടെ വേപ്പർ ഫേസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡീകാർബണൈലേഷൻ ആയിരിക്കും നടക്കുക. ഡീകാർബണൈലേഷൻ. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്ന് പറയുന്നത് ബോത്ത് ദി റാഡിക്കൽ ഷുഡ് ബി എന്തായിരിക്കണം? ഉണ്ടാകുന്ന 2 റാഡിക്കൽസും സ്റ്റേബിൾ ആയിരിക്കണം. ബോത്ത് റാഡിക്കൽ ഷുഡ് ബി സ്റ്റേബിൾ. മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊരു പ്രോബ്ലം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂവന്റ് PH വെക്കുന്നു. ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ കൊടുക്കുന്നു. താഴെ എക്സാമിനർ നിങ്ങളോട് പറയുകയാണ് ഇവിടെ വേപ്പർ ഫേസ് ആണ്. വേപ്പർ ഫേസ് ആണെങ്കിൽ നിങ്ങൾ കാർബണൈൽ എലിമിനേഷൻ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവും? ഡീകാർബണൈലേഷൻ നടക്കും. അപ്പൊ ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വേപ്പർ ഫേസിലാണെങ്കിൽ എന്തായിരിക്കും? ഡീകാർബണൈലേഷൻ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടുന്നത്? ഇങ്ങനെ കിട്ടും അല്ലെ? ഇവിടെ എന്തായിരിക്കും? PH ഇവിടെ എന്തായിരിക്കും? റാഡിക്കൽസ് ഉണ്ടാവും അല്ലെ? അടുത്തെന്താ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്? പക്ഷെ അങ്ങനെ ഡീകാർബണൈസേഷൻ ചെയ്യണമെങ്കിൽ 2 റാഡിക്കളും എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ 2 റാഡിക്കളും എന്തായിരിക്കും? റെസണൻസ് സ്റ്റെബിലൈസ്ഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. കാര്യങ്ങൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേ ഒരു കാര്യം ഇങ്ങനെയാണെങ്കിലോ? നോക്കൂ, ഇവിടെ സൈക്ലോ എക്സൈന് പകരം ഒരു സൈക്ലോ പെൻറ്റൈൻ റിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ PH ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. HNU വേപ്പർ ഫേസ് തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഡീകാർബണൈലേഷൻ ഒന്നും മാറ്റില്ല. ഡീകാർബണൈലേഷൻ ചെയ്തിട്ട് എന്ത് കിട്ടും? ഇവിടെ നിന്ന് റാഡിക്കൽസും കൂടെ ഫോം ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ഇങ്ങനെ ഇവിടെ PH ഇവിടെയും ബെൻസീൻ റിങ് ഉണ്ടാവും. റൈറ്റ്? അപ്പോൾ ഇവിടെയും റാഡിക്കൽ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ ഇതൊരു സൈക്ലോബ്യൂട്ടൈൻ റിംഗ് ആണ് അല്ലേ? അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്തിന്റെ പോസിബിലിറ്റി ഉണ്ടാവും? ഒരു റിംഗ് സ്ട്രെയിനിന്റെ പോസിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? റിംഗ് സ്ട്രെയിൻ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവര് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കും. ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡബിൾ ബോണ്ട് PH എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, സൈക്ലോബ്യൂട്ടൈനും സൈക്ലോപ്രൊപ്പൈനും ഒക്കെ ആണെങ്കിൽ റിംഗ് സ്ട്രെയിൻ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇനി ഈ നോറിഷ് ടൈപ്പ് 2ൽ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ബൈസൈക്ലിക് സിസ്റ്റം ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ എപ്പോഴും ആലോചിക്കുക, ബൈസൈക്ലിക് ആണോ തരുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡീകാർബണൈലേഷൻ അങ്ങ് നടത്തിയേക്കുക. വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഡീകാർബണൈലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇങ്ങോട്ട്
അതേപോലെ ഇങ്ങോട്ട് അല്ലേ? അങ്ങനെയാണ് എന്തായിരിക്കും നമ്മുടെ സൈക്ലോബ്യൂട്ടൈൻ വരും. ഇവിടെ നിന്ന് എന്തായിരിക്കും ഇങ്ങനെ വരും അല്ലേ? സൈക്ലോബ്യൂട്ടൈൻ വന്നിട്ട് ഇവിടെയും റാഡിക്കൽ, ഇവിടെയും റാഡിക്കൽ. ഇനി ഇതിന് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? റിംഗ് ക്ലോഷർ ആണ്. റിംഗ് ക്ലോഷർ ചെയ്തിട്ട് എന്ത് കിട്ടും? 2 സൈക്ലോബ്യൂട്ടൈൻ റിംഗ്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു 2 സൈക്ലോബ്യൂട്ടൈൻ റിംഗ് ആണെങ്കിൽ ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, അപ്പോൾ ഇത് നടക്കത്തില്ല. സോ ബേസിക്കലി എന്താ നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്ത് ചെയ്യും? ഇങ്ങോട്ട് റാഡിക്കൽസ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു റിംഗ് ഓപ്പണിങ് പോലെ നടന്നിട്ട് ഇങ്ങനെ CH2, അതേപോലെ തന്നെ ഇങ്ങനെ CH2 എന്നിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റ് ഉണ്ടാകും. സോ ബൈസൈക്ലിക് സിസ്റ്റത്തിലാണെങ്കിൽ എന്തായിരിക്കും? ഡീകാർബണൈലേഷൻ നടക്കും. അതേപോലെ വേപ്പർ ഫേസിലാണെങ്കിലും എന്ത് നടക്കും? ഡീകാർബണൈലേഷൻ നടക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓൾറൈറ്റ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇൻ പ്രസൻസ് ഓഫ് എ പ്രോട്ടിക് സോൾവെന്റ്. നോക്കൂ, പ്രോട്ടിക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടിക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ, എത്തനോൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാട്ടർ. അതായത് ഈ സോൾവെന്റ്സിന് എന്തായിരിക്കും? H+, അതായത് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതിനെയാണ് പ്രോട്ടിക് സോൾവെന്റ്സ് എന്ന് പറയുന്നത്. H2O ആയാലും എത്തനോൾ ആയാലും. സോ ബേസിക്കലി നോറിഷ് ടൈപ്പ് റിയാക്ഷൻ പ്രോട്ടിക് സോൾവെന്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കീറ്റീൻ ആയിരിക്കും. എന്താണ് കീറ്റീൻ? C+C+O. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കീറ്റീൻ എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി നമുക്കൊരു പ്രോബ്ലം എടുത്ത് നോക്കാം. ഇവിടെ കൊടുക്കുകയാണ്. സോ ബേസിക്കലി ഇവിടെ H2O പ്രോട്ടിക് സോൾവെന്റ് ആണെന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം നടക്കുക ഇവിടെ ആൽഫ ക്ലീവേജ് തന്നെയാണ്. ആൽഫ ക്ലീവേജ് നടന്നിട്ട് എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് O. ഇവിടെ ഇങ്ങനെ CH3, സോറി ഇവിടെ CH3 ഉണ്ടാവും കേട്ടോ. CH3 അഗെയിൻ ഇവിടെ എന്തുണ്ടാവും? റാഡിക്കൽസ് ഫോം ചെയ്യും അല്ലേ? റാഡിക്കൽസ് ഫോം ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? കീറ്റീൻ ഫോർമേഷൻ നടക്കണം അല്ലേ? കീറ്റീൻ ഫോർമേഷൻ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും? H റാഡിക്കലും ഇങ്ങോട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റ് ആയിട്ട് C+O. ഈ റാഡിക്കലും ക്ലബ് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ടാവും? ഡബിൾ ബോണ്ട്. ഇനി ഇങ്ങനെ CH3 H റാഡിക്കൽ ഇവിടെ വന്നാൽ ഇങ്ങനെ സാച്ചുറേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇനി ഒരു കാര്യം, നമ്മുടെ പ്രോട്ടോൺ അല്ല, വാട്ടർ, പ്രോട്ടിക് സോൾവെന്റ് ഇതുവരെ റിയാക്ഷനിൽ പങ്കെടുത്തിട്ടില്ല. ഇനി അതിന്റെ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് നോക്കാനുണ്ട്. ബേസിക്കലി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു H ഉണ്ടല്ലോ, ഇത്രയും ഭാഗത്തിനെ ഞാൻ എന്ത് വിളിക്കുന്നു? R ആയിട്ട് വിളിക്കുന്നു. ഐ വിൽ ജസ്റ്റ് കോൾ, ബിക്കോസ് പിന്നെ എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നോക്കിക്കോളൂ, ഇവിടെ ഞാൻ CH, ഇവിടെ ഞാൻ R എന്ന് എഴുതി. ഇവിടെ എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ട് CO എന്ന് എഴുതുന്നു. ഇനി വാട്ടർ അല്ലേ നമുക്ക് റിയാക്ട് ചെയ്യേണ്ടത്? വാട്ടർ H2O റിയാക്ട് ചെയ്യുന്നു. H2O റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും? ഇങ്ങനെ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ഇതെന്താവുന്നു? O- ആവുന്നു. അങ്ങനെ O- ആയാൽ എന്തായിരിക്കും? RCH ഡബിൾ ബോണ്ട് COH എന്തായിരിക്കും? O- എന്താവുന്നു? H+നെ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് വാട്ടർ ഇവിടെ വന്നിട്ട് OH H ആവുന്നു അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഒരു ഈനോൾ അല്ലേ? പ്ലസ് ഒരു കാർബണിൽ 2 OH ഒരിക്കലും എന്തായിരിക്കത്തില്ല? സ്റ്റേബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് എന്തുണ്ടാവും? കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ. എന്തുണ്ടാവും? കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റ് നമുക്ക് എന്തായിട്ട് കിട്ടും? RCH2 ഡബിൾ ബോണ്ട് COOH കിട്ടും. അതായത് പ്രോഡക്റ്റ് എന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും നമ്മളുടെ പ്രോഡക്റ്റ്. ഇനി ലെറ്റ്സ് സേ നമ്മൾ ആൽക്കഹോളാണ് എടുക്കുന്നതെങ്കിൽ ഒരു R ആയിരിക്കും ഇവിടെ ഉണ്ടാകുക അല്ലെ? ആൽക്കഹോൾ ആണെങ്കിൽ എന്തായിരിക്കും? എസ്റ്റർ ആയിരിക്കും നമ്മളുടെ പ്രോഡക്റ്റ്. ഇൻ കേസ് ഓഫ് ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഈ OH പകരം എന്തുണ്ടാവും? ഒരു R ഉണ്ടാവും. സോ എന്തായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്? എസ്റ്റർ ആയിരിക്കും നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ സെഷന്റെ അവസാനത്തെ ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ. എങ്ങനെ നോറിഷ് 1നെയും എങ്ങനെ നോറിഷ് 2നെയും ഐഡന്റിഫൈ ചെയ്യണം, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണം എന്നുള്ളത് കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സോ നോറിഷ് ടൈപ്പ് 2ലും നിങ്ങളുടെ റിയാക്ടന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു കാർബണൈൽ കോമ്പൗണ്ട് തന്നെയാണ്. അതേപോലെ നമ്മുടെ കണ്ടീഷൻസ് എന്താണ്? ഒരു ഫോട്ടോ കെമിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ തിരിച്ചറിയുമെന്ന് പറഞ്ഞാൽ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനാണ്. സോ നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ ആണെങ്കിൽ
അവിടെ എന്തുണ്ടാവും? ഒരു ഗാമ ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ. ഗാമ ഹൈഡ്രജന്റെ പ്രസൻസ് മസ്റ്റ് ആണ്. അതേപോലെ നിങ്ങൾ ഒരു കാര്യം കൂടെ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഒരു 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 6 മെമ്പേർഡ് റിംഗ് ഫോർമേഷൻ. നോക്കൂ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. നോക്കൂ, ഒരു CH3 C ഡബിൾ ബോണ്ട് O, ഒരു കോമ്പൗണ്ട് ഞാൻ വരയ്ക്കുകയാണ്. CH2H എന്നുള്ള രീതിയിൽ. നോക്കിക്കോളൂ, ഇതല്ലേ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് CO, ആൽഫ, ബീറ്റ, ഗാമ ആൻഡ് ദിസ് ഇസ് ദി ഗാമ ഹൈഡ്രജൻ. നോക്കൂ, ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 ആൻഡ് ദെൻ വാട്ട് 6. ഇവിടെ നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു റിംഗ് ഫോർമേഷൻ പോലെ നടക്കുന്നു. 6 മെമ്പേർഡ് റിംഗ് ഫോർമേഷൻ നടക്കുന്നു. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ മെക്കാനിസം എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്, നോറിഷ് ടൈപ്പ് 2-ൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നമുക്ക് മെക്കാനിസത്തിലേക്കൊന്ന് പോവാം. ഇതാണ് നമ്മളുടെ നേരത്തെ വരച്ചിരിക്കുന്ന കോമ്പൗണ്ട്. ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു? ആൽഫ എന്ന് വിളിക്കുന്നു, ബീറ്റ, അതേപോലെ എന്താണ് ഗാമ ഹൈഡ്രജൻ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. നോറിഷ് ടൈപ്പ് 2 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? റാഡിക്കൽസ് ഫോം ചെയ്യുക അല്ലേ. ഇവിടെ എന്ത് ചെയ്യും? 1,4 ഡൈ റാഡിക്കലിന്റെ പ്രസൻസ് ഉണ്ടാവും. ഇങ്ങനെ CH2 റാഡിക്കൽ ഉണ്ടാവും. ഇവിടെയും ഇത് ഇനി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ സ്വാഭാവികമായിട്ടും ഇവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഈ റാഡിക്കലും ചേർന്നിട്ട് എന്ത് ചെയ്യാം? ഒരു സൈക്ലൈസേഷൻ നടക്കാം. ഈ റാഡിക്കൽ ഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ കാർബൺ ആണ്. ഈ കാർബൺ എന്ത് ചെയ്യുന്നു? ഇവിടെ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ബാക്കിയൊക്കെ ഞാൻ അതേപോലെ വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു സൈക്ലോബ്യൂട്ടൈൻ ടൈപ്പിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും അല്ലേ. CH2 ഇവിടെ എന്ത് വരും? 1 2 3 ഇവിടെ CH3. ജസ്റ്റ് ഞാൻ വരച്ചാൽ ഇതാണ് ഈ കാർബൺ. ഇനി ഇയാൾ ഇവിടെ CH3 അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓക്കെ, എന്നിട്ടൊരു സൈക്ലോബ്യൂട്ടൻ കിട്ടുന്നു. അതായത് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്ലൈസേഷൻ ആണ്. ഇനി രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മളുടെ നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ. നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ആൽഫ ബീറ്റ ബോണ്ട് ഉണ്ടല്ലോ, ഇവരിവിടെ റാഡിക്കലായിട്ട് മാറും. റാഡിക്കലായി മാറിയിട്ട് ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ OH ഉണ്ടാവും. ഈ റാഡിക്കലും ചേർന്നിട്ട് ഇവിടെ ഒരു ഈനോൾ, ഇവിടെ എന്തായിരിക്കും? ഈനോൾ നമുക്ക് ഫോം ചെയ്ത് കിട്ടും. പ്ലസ് ഇവിടെ എന്തായിരിക്കും? CH2 ഡബിൾ ബോണ്ട് CH3 എന്ന് പറയുന്നത് കോമ്പൗണ്ട് കിട്ടും. ഈ ഈനോൾ ടോട്ടോമറൈസേഷൻ ചെയ്തിട്ട് എന്ത് കിട്ടും? നമുക്കൊരു അസറ്റോൺ കിട്ടും. ടോട്ടോമറൈസേഷൻ ചെയ്തിട്ട് ഒരു കീറ്റോൺ കോമ്പൗണ്ട് അസറ്റോൺ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. സോ അടുത്തൊരു കാര്യം, ഇനി ഏത് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക? സൈക്ലൈസേഷൻ ആണോ നടക്കുക, നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ ആണോ നടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഏതാണ് മേജർ പ്രൊഡക്റ്റ് വരിക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നോക്കാം എന്തൊക്കെ കണ്ടീഷനിലാണ് നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ ഹാപ്പൺ ചെയ്യുക എന്നുള്ളത് കൂടെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സോ നമ്മളുടെ അതേ മോളിക്യൂൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ആൽഫ കാർബൺ ഈ ഒരു ആൽഫ കാർബൺ ഇവിടെ കാണിച്ചിരിക്കുന്നില്ലേ? ഈ ആൽഫ കാർബണിൽ ഞാൻ എന്ത് ചെയ്യുന്നു? R1 R2 എന്ന് പറയുന്ന 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഇരിക്കുന്നു. ഈ R1 is equal to R2 is equal to രണ്ടുപേരും ഹൈഡ്രജൻ ആണെങ്കിൽ ഇവരെപ്പോഴും നോറിഷ് ടൈപ്പ് 2-ലായിരിക്കും റിയാക്ഷൻ പ്രൊഡക്റ്റ് തരിക. അതായത് ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ രണ്ടുപേരും എന്താണ്? ഹൈഡ്രജൻ. സ്വാഭാവികമായിട്ടും മേജർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നോറിഷ് ടൈപ്പ് 2 ആയിരിക്കും നിങ്ങളുടെ മേജർ പ്രൊഡക്റ്റ്. ഇനി R1 ലെറ്റ്സ് സേ പറയാണ് ഒരു R ഗ്രൂപ്പാണ്, അതായത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. R2 ഹൈഡ്രജൻ ആണെങ്കിലോ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? നോറിഷ് ടൈപ്പ് 2 തന്നെയാണ് കിട്ടുക. ഇനി ലെറ്റ്സ് സേ R1ഉം R2ഉം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെയാണെങ്കിൽ ഇവിടെ എന്ത് നടക്കും? സൈക്ലൈസേഷൻ നടക്കും എന്നുള്ളതും കൂടെ ആലോചിച്ച് വെക്കുക. അതായത് ഇവിടെയുള്ള ഈ 2 പേരും ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഇവിടെ എന്ത് നടക്കും? സൈക്ലൈസേഷൻ ആണ് നടക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും? നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ ആണ് നടക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. നോക്കാം, ഇവിടെ ഞാൻ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആൽഫ ബീറ്റ ഗാമ അല്ലെ, ഗാമ ഹൈഡ്രജൻ ഉണ്ട്. സോ നോറിഷ് ടൈപ്പ് 2 ആണ് ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ വരയ്ക്കും. നമ്മൾ
സൈക്ലോഹെക്സെയിൻ ഇവിടെ എന്ത് വരും, OH വരും, 1,4 ഡൈ റാഡിക്കലിന്റെ ഫോർമേഷൻ നടക്കും അല്ലേ, 1,4 ഡൈ റാഡിക്കലിന്റെ ഫോർമേഷൻ. അപ്പോൾ എന്തായിരിക്കും, ഇതാ ഇങ്ങനെ ഇവിടെ എന്ത് വരും, CH2 റാഡിക്കൽ ഇവിടെ ഫോം ആവും. ഇനി ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഇനി ഇവരിവിടെ സൈക്ലൈസേഷൻ ആണോ നടക്കുക, നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ ആണോ നടക്കുക? ഒബ്വിയസ്ലി എന്തായിരിക്കും, നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ ആയിരിക്കും നടക്കുക അല്ലെ. എന്തുകൊണ്ടാണ്, ഇവിടെ എന്താണ്, ഹൈഡ്രജൻ ആണ് അല്ലെ. ഇവിടെ ഒരാൾ എന്താണ്, ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കും, നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ നടക്കും. നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യും അല്ലെ. ഈ ആൽഫ ബീറ്റ കാർബൺ നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് കിട്ടും നോക്കിക്കോളൂ, ഇവിടെ ഇങ്ങനെ നമുക്ക് കിട്ടും. സോ ഇവിടെ എന്ത് വരും, ഒരു ഈനോളിൻ്റെ ഫോർമേഷൻ വരും. അതേപോലെ തന്നെ ഇതെന്തായിരിക്കും, ഇയാൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടെ ഡബിൾ ബോണ്ട് ആയിരിക്കും, ഡബിൾ ബോണ്ട് CH2 ആയിരിക്കും. ഒബ്വിയസ്ലി ഇവിടെ എന്തായിരിക്കും, ഈനോൾ ആയതുകൊണ്ട് ഇവിടെ ടോട്ടോമറൈസേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, കീറ്റോണിലേക്ക് മാറും അല്ലേ, ഒരു കീറ്റോൺ. ഇങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ഓൾറൈറ്റ്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് ആൽഫ ബീറ്റ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഈനോൾ കിട്ടും, ഈനോളിന് എന്ത് ചെയ്യുക, ടോട്ടോമറൈസ് ചെയ്ത് പ്രൊഡക്റ്റ് എഴുതുക. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാനുണ്ട്. ലെറ്റ്സ് സേ മൂന്നാമത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, ഗാമ ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ടോ, ആൽഫ ബീറ്റ ഗാമ, ആ ഗാമ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും, COH ഇവിടെ ഇങ്ങനെ ഡബിൾ ബോണ്ട് CH2 റാഡിക്കൽ എന്ന് വരും, CH2 റാഡിക്കലായിട്ട് വരും. ഇവിടെ സൈക്ലൈസേഷൻ ആണോ നടക്കുക, നോറിഷ് ടൈപ്പ് 2 ആണോ, ഹൈഡ്രജൻ ആണ് ഉള്ളത് അല്ലേ. അതുകൊണ്ട് നോറിഷ് 2 ടൈപ്പ് റിയാക്ഷൻ ആയിട്ട് വരിക. നോറിഷ് ടൈപ്പ് 2 ആണെങ്കിൽ എന്തായിരിക്കും പ്രൊഡക്റ്റ്, ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അല്ലേ. ഇപ്പം എന്ത് കിട്ടുന്നു, CH3 COH ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഇവിടെ നോക്കിക്കോളൂ, CH2 ഡബിൾ ബോണ്ട് CH2. പക്ഷെ ഇങ്ങനെ ഇവിടെ ഫോം ചെയ്യത്തില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണ്, അലീനാണ്. ഈ അലീൻ ഒരിക്കലും എന്തല്ല, സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കത്തില്ല, നോറിഷ് ടൈപ്പ് 2 നടക്കത്തില്ല. പറയുമ്പോൾ ഇവിടെ എന്താണ്, രണ്ടുപേരും ഇവിടെ എന്താണ്, ഹൈഡ്രജൻ ആണ്. പക്ഷേ ഇവിടെ എന്ത് നടക്കത്തില്ല, നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ നടക്കത്തില്ല. കാരണം എന്താണ്, അലീൻ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ സൈക്ലൈസേഷൻ നടന്നിട്ട് ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ നടക്കുക എന്താണ്, സൈക്ലൈസേഷൻ ആണ് നടക്കുക എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഒരു എക്സെപ്ഷൻ പോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 3 റിയാക്ഷനും അതിൻ്റെ സോൾട്ട് എക്സാമ്പിളും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.